ശരിക്കും ചങ്ങനാശ്ശേരിയിലെ നമുക്കറിയാൻ കഴിഞ്ഞ വെള്ളപ്പൊക്ക 2018 വെള്ളപ്പൊക്കം, അതിനുശേഷം വന്ന കോവിഡ് ദുരിതമൊക്കെ നമ്മളെ ബാധിച്ചതാണ്. ആ കാലഘട്ടത്തിലൊക്കെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനം വളരെ എടുത്തു വരേണ്ട ഒന്ന് തന്നെയായിരുന്നു. അസോസിയേഷന്റെ ചുമതലപ്പെട്ട ആളുകള് കുട്ടനാടൻ മേഖലകളിൽ കെട്ടുവള്ളങ്ങളിൽ പോയി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 3-4 ദിവസത്തോളം അടുപ്പിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ചരിത്രമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടത്തിലെ ചങ്ങനാശ്ശേരി പ്രദേശത്ത് മിക്ക യൂണിറ്റുകളിലും ആ കോവിഡിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, കോവിഡ് പ്രതിരോധ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ യൂണിറ്റുകൾ പ്രയത്നിച്ചിട്ടുണ്ട്. താലൂക്കിൽ പ്രത്യേകിച്ച് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ താലൂക്ക് തലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന വർഷത്തിലെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും വികസനം, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോട് അത്തരത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നമ്മളിപ്പോൾ സമയം അല്പം മുൻപോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് മധുരാജ് അവരുടെ ഈ വാർഷിക പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ MLA ചങ്ങനാശ്ശേരിയുടെ എല്ലാ വികസനത്തിലും എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നമ്മളൊക്കെ ക്ഷണിക്കുന്ന പരിപാടികളിലൊക്കെ എത്തി എല്ലാവരുടെ പരിപാടികളിൽ അറിയിക്കുന്ന പരിപാടികളിലൊക്കെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുന്ന ആളാണ് നമ്മുടെ MLA. അദ്ദേഹത്തിന് ഏറെ ബഹുമാന പുരസ്സരം ഞാൻ സ്വാഗതം ആശംസിക്കാം. അതുപോലെ തന്നെ രാധാകൃഷ്ണൻ സാറ്, നമ്മുടെ സ്നേഹനിധിയായ സഹോദരൻ ചലച്ചിത്ര താരം ബഹുമാനപ്പെട്ട കൃഷ്ണപ്രസാദ് അവർകൾ, താലൂക്ക് റെസിഡൻസ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷന്റെ പ്രിയങ്കരായ ഭാരവാഹികളെ, അതിലേറെ ആദരവും സ്നേഹവും അർപ്പിക്കുന്ന അസോസിയേഷൻ കുടുംബാംഗങ്ങളെ, സഹോദരന്മാർ, ചങ്ങനാശ്ശേരിയിലെ ആകെ 200ഓളം വരുന്ന റെസിഡൻസ് അസോസിയേഷനുകളിൽ ആക്റ്റീവായി പ്രവർത്തനങ്ങളിൽ നിരതരായിരിക്കുന്ന 100ഓളം അസോസിയേഷനുകളുടെ അഫിലിയേഷൻ വേറുന്ന ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷന്റെ 10ാമത് വാർഷിക പൊതുയോഗമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. 2016 ബഹുമാന്യനായ ജില്ലാ അധ്യക്ഷൻ രാധാകൃഷ്ണപിള്ള സാറിന്റെയും ഇതിന്റെ സ്ഥാപക പ്രതിനിധികളുടെയും ഒക്കെ തീവ്രമായ ശ്രമഫലമായി രൂപീകൃതമായ ഈ താലൂക്ക് റെസിഡൻസ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷൻ 10 വർഷം ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവും. അതിന്റെ അവസാന കണ്ണിയായി ഇതിന്റെ നേതൃനിരയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. തീർച്ചയായും നമ്മൾ ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഇതിന്റെ സ്ഥാപക നേതാക്കന്മാരെയും പ്രതിനിധികളെയും ഒക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായിട്ടുള്ള നിരവധി പേരുണ്ട്. അവരെയൊക്കെ വളരെ ആദരപൂർവം സ്മരിക്കുകയാണ്. ഒപ്പം തന്നെ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് തന്നെ ആങ്കർ പറഞ്ഞു, എങ്കിൽ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സമ്മേളന കാലയളവിൽ നമുക്ക് വേദന സമ്മാനിച്ച് കടന്നുപോയ നിരവധി അസോസിയേഷൻ കുടുംബാംഗങ്ങളുണ്ട്. താലൂക്കിലെ മുഴുവൻ അസോസിയേഷനുകളിൽ നിന്നുമുള്ള ഏതാനും സജീവ പ്രവർത്തകരൊക്കെ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കലാ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ശ്രദ്ധേയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകൾ ഈ ഒരു കാലയളവിനുള്ളിൽ നാടിന് നഷ്ടമായിട്ടുണ്ട്. തീവ്രവാദ ആക്രമണങ്ങളിൽ നമ്മളുടെ ധീര ജവാന്മാരും
അതിനിരയായ മറ്റ് സഹോദരീ സഹോദരന്മാരും ഒക്കെ ഉണ്ട്. അതിലേറെ ഈ കഴിഞ്ഞ ദിവസം നടന്ന വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാര്, ഇവരുടെ എല്ലാവരുടെയും വേർപാടിൽ നമുക്ക് ഒരു നിമിഷം മൗനം ആചരിച്ചുകൊണ്ട് അനുശോചനം രേഖപ്പെടുത്താം എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അസോസിയേഷന്റെ 2024-25 വർഷത്തെ ഈ ആനുവൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ പ്രസിഡന്റ് മോഹൻരാജ്, ബഹുമാനായ സെക്രട്ടറി കൃഷ്ണൻ, മുഖ്യ പ്രഭാഷണം ജില്ലാ ബഹുമാനായ കെ രാധാകൃഷ്ണൻ അവர்கள் സൗജന്യ കണ്ണുപരിശോധന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. നമ്മളൊക്കെ പ്രിയങ്കരനായ സിനിമാ സീരിയൽ താരം, അതുപോലെ ഒരു കൃഷിക്കാരൻ കൂടിയായ ശ്രീ കൃഷ്ണപ്രസാദ്, ആശംസ അർപ്പിക്കുന്ന പ്രസാദ്, ബഹുമാനായ ശ്രീ മജിദ് ഖാൻ, ബഹുമാനായ ശ്രീ ദേവി ടീച്ചർ, ബഹുമാനായ ശ്രീ ജോസഫ് മൈനിക്കന്, ഇവിടെ നന്ദി അറിയിക്കുന്ന ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന വ്യക്തികളെ, പ്രിയമുള്ളവരെ, ചങ്ങനാശ്ശേരി താലൂക്ക് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷൻ, നമുക്കറിയാം വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷന് പേരിട്ടുകൊണ്ട് കഴിഞ്ഞ 25 വർഷമായി നമ്മുടെ ചങ്ങനാശ്ശേരി പ്രവർത്തിച്ചു വരുന്ന ഒരു നല്ല സംഘടനയാണ്. ആ സംഘടനയുടെ 24-25 വർഷത്തെ വാർഷിക യോഗവും അതോടൊപ്പം തന്നെ റിപ്പോർട്ട് അവതരണവും അതോടനുബന്ധിച്ച് നമ്മുടെ സൗജന്യ കണ്ണ് പരിശോധന അത് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഇവിടെ നടക്കുന്നതായിട്ടുണ്ട്. ഞാൻ തീർച്ചയായും ഈ റെസിഡൻസ് അസോസിയേഷനെ അഭിനന്ദിക്കുക. നമ്മുടെ ഇതിലെ റിപ്പോർട്ടിൽ കൂടെ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തെ എല്ലാ വിഷയങ്ങളിലും ഒന്ന് ചെന്ന് ഇടപെടുവാനും അതിന് പരിഹാരം കാണുവാനും, പരിഹാരം കാണാത്ത വിഷയത്തിൽ അതിന്റെ ഫോളോ അപ്പ് നടത്താനൊക്കെ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വളരെ അഭിനന്ദനാർഹമായ കാര്യം. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു, നമ്മുടെ താലൂക്ക് വികസന സമിതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രായത്തിൽ നേരത്തെ ഒരാൾക്കില്ല. അതിന്റെ കാര്യം നമ്മുടെ മധുരാജ് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു. പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ അസോസിയേഷന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതികൾ ഈ അസോസിയേഷന്റെ അല്ല, നമ്മളെ അവർക്ക് ആ പ്രായത്തിൽ വേണമെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ഈ നമ്മുടെ ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്ത ചങ്ങനാശ്ശേരിയുടെ ഏറ്റവും പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോൺ മൈക്കിൾ അവർ, നമ്മുടെ ഈ പരിപാടിയോടനുബന്ധിച്ച് ഇന്ന് നേത്രചികിത്സ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ കൃഷ്ണപ്രസാദ് അവർ, അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ കൊച്ചുമോൻ അവർ, ഏറെ പ്രിയങ്കരനായ നമ്മുടെ അസോസിയേഷന്റെ ട്രഷറർ ശ്രീ അലിറാവുത്തർ അവർ, ഇതിന്റെ രക്ഷാധികാരികൾ ശ്രീ മജീദ് ഖാൻ അവർ, പ്രൊഫസർ ആനന്ദഘട്ടൻ അവർ, ബഹുമാന്യരായ കമ്മിറ്റി അംഗങ്ങളെ, വിവിധ അസോസിയേഷനുകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഏറെ പ്രിയങ്കരായ അസോസിയേഷന്റെ ഭാരവാഹികളെ, കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി കോട്ടയം ജില്ലയിൽ ആദ്യമായി ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ആശയം ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാമ്പാടി വെള്ളൂർ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ മുമ്പോട്ട് വെക്കുകയും
വർഷങ്ങൾ കൊണ്ടാണ് ഇതിന്റെ രജിസ്ട്രേഷൻ എടുത്ത് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെ സജീവമായിട്ട് തന്നെ മുന്നേറിയത്. വളരെ വർഷങ്ങൾ എടുത്തിട്ടാണ് നമുക്ക് കോട്ടയം ജില്ലയിൽ 4-5 അസോസിയേഷനൂടെ രൂപീകരിക്കാൻ സാഹചര്യമൊരുക്കിയത്. വന്നിരിക്കുക കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ഫാമിലിയാണ്. ഭാര്യയും ഭർത്താവ്. അപ്പോൾ ഭാര്യയ്ക്ക് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കുഞ്ഞിന് ഒരു ടാബ് മേടിച്ചു കൊടുക്കും. കുഞ്ഞ് 1 വയസ്സാകുന്നതിന് മുമ്പേ അത് കളിക്കും. ഈ പറഞ്ഞ 1-1.5 വയസ്സാകുമ്പോൾ കുഞ്ഞിന് കണ്ണാടിയാവും. അപ്പൊ അതുകൊണ്ട് 80, 81 അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം ഒരു കണ്ണാടി വെച്ചു എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാകത്തില്ല. പക്ഷെ ഈ 1 വയസ്സ് 1.5 വയസ്സിൽ കണ്ണോ മറ്റുള്ള രോഗങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് വളരെയധികം പുതിയ തലമുറയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന് എന്റെ എല്ലാവിധ അനുമോദനവും അർപ്പിക്കുന്നു. അതോടൊപ്പം അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന അഹല്യ കണ്ണാശുപത്രി, നമ്മുടെ കേരളത്തില് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം നടത്താറുണ്ട് അഹല്യയിലെ ഡോക്ടേഴ്സും അവരുടെ സ്റ്റാഫും ഒക്കെയാണ്. അപ്പോൾ എന്റെ നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ല, റീഡിംഗ് ക്ലാസ് മാത്രം മതി. റീഡിംഗ് ക്ലാസ് നേരത്തെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചാളും കൂടെ ഒക്കെ വലിയ പ്രശ്നമില്ലാതെ പോകാമെന്നാണ് അവരുടെ എനിക്കുള്ള ഉപദേശം. ബാക്കിയുള്ളവർക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നമുക്ക് ഈ പരിശോധന തുടർന്നും നമ്മുടെ താലൂക്ക് റെസിഡൻസിലെ എല്ലാ നല്ല അംഗങ്ങൾക്കും കൊടുക്കുവാനും ഇതിന് ആവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഡോക്ടർ ഒരു വാക്കെന്ന് പറഞ്ഞു. നമസ്കാരം. ഞങ്ങള് പെരുന്ന അഹല്യ ഐ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ തിമിര ബോധവൽക്കരണ മാസത്തിലെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാനും വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട കൃഷ്ണപ്രസാദിനെയും നിങ്ങളെല്ലാവരെയും കാണാനും ക്യാമ്പ് നടത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ക്യാമ്പ് പരമാവധി പ്രയോജനപ്പെടുത്തുക. അതായത് നമുക്കിവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളിൽ ചെറിയ പരിശോധനകളെ സാധിക്കുള്ളൂ. അതിൽ തിമിരം ഉണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാനും ഈ വിശദമായിട്ടുള്ള പരിശോധനകൾ വേണ്ടവരെ നമ്മൾ ആശുപത്രിയിലോട്ട് വിളിച്ച് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധന ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാനും അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം വിനിയോഗപ്പെടുത്തുക. പരമാവധി നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷനായിട്ട് കേരളത്തിലുള്ള ഹിമാലയായ എല്ലാ അസോസിയേഷന്മാരും നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് വിശദമായ നിലയിൽ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കും. ഇനി പ്രവർത്തന റിപ്പോർട്ട് കൂടുതലായിട്ട് നമ്മൾ വായിച്ച സമയങ്ങളുടെ ആവശ്യമില്ല. എല്ലാം വിശദമായി കഴിഞ്ഞാൽ ഒരു വർഷക്കാലമായി നമ്മൾ 15 മീറ്റിങ്ങുകളും വിവിധതരങ്ങളായ പ്രശ്നങ്ങൾക്കും നിവേദനങ്ങൾക്കും കോടതി കേസുകളും ഒക്കെയായി നമ്മളുടെ കാര്യം ഇപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം വായിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വരവിചിലവ് 1/4/2024 മുതൽ 31/3/2025 നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം എന്നുള്ള ഒരു വാഗ്ദാനത്തോടു കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഉള്ള കാര്യങ്ങൾ വളരെ സജീവമായി നമ്മളെല്ലാവരും ഓരോരുത്തരും ചെയ്യാമെങ്കിൽ എന്നാലും കുഴപ്പമില്ല. നമ്മൾ വളരെ ശക്തമായ രീതിയിൽ ഈ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഈ പറയുന്ന ചാരിറ്റബിൾ വെൽഫെയർ അതിൽ ഊന്നിക്കൊണ്ടാണ് ഇത്രയും വർഷം പ്രവർത്തിച്ചത്. അത് സ്ഥിരം പരിപാടികളൊന്നുമല്ല. ഈ വയനാട് ദുരന്തം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, നമ്മുടെ അസോസിയേഷനായിട്ട് കേരളത്തിലുള്ള ഹിമാലയായ എല്ലാ അസോസിയേഷന്മാരും നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട് വിശദമായ നിലയിൽ നിങ്ങൾ വായിച്ചു കാണുമെന്ന് വിചാരിക്കും. ഇനി പ്രവർത്തന റിപ്പോർട്ട് കൂടുതലായിട്ട് നമ്മൾ വായിച്ച സമയങ്ങളുടെ ആവശ്യമില്ല. എല്ലാം വിശദമായി കഴിഞ്ഞാൽ ഒരു വർഷക്കാലമായി നമ്മൾ 15 മീറ്റിങ്ങുകളും വിവിധതരങ്ങളായ പ്രശ്നങ്ങൾക്കും നിവേദനങ്ങൾക്കും കോടതി കേസുകളും ഒക്കെയായി നമ്മളുടെ കാര്യം ഇപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം വായിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട വരവിചിലവ്
1/4/2024 മുതൽ 31/3/2025 നീക്കി